പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഇത്രയും ദിവസം ആർക്ക് വേണ്ടി? ബിഗ് ബോസിന് വേണ്ടിട്ടാ. എന്തൊരു തള്ളണത്! എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പെട്ടു. ഇവിടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുത്തി കേട്ടോണ്ട്. എനിക്ക് ഇത്രയും പേയ്മെന്റ് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി. എന്നോട് പണം കൊടുക്കണം. നന്ദിയുണ്ട് സാറേ, നന്ദി. അതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. പണി വരുന്നുണ്ടവർ മീൻസ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാണോ ഉദ്ദേശിച്ചത്? എനിക്ക് ഇവിടുന്ന് പൈസക്കുള്ളിൽ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമില് റേറ്റിംഗ് വേണം. നോക്കിയിരുന്നോ? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടലിയ, ഇതൊന്നും ഉറങ്ങാൻ വയ്യ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്താണ് അനുമാന്റെ ബേസിക് പ്രോബ്ലം ബിഗ് ബോസ് ഹൗസ്? ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഇതൊരു ഗ്യാങ് ആയിട്ടാണ് ലാലേട്ടാ എല്ലാരും കളിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? ഗ്യാങ് ആയിട്ട് ഇരുന്നിട്ട് അങ്ങനല്ലേ ഇതെന്താ പുതിയൊരു നിങ്ങളൊരു കണ്ടുപിടുത്തം നടത്തിയ പോലെ മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിങ്ങളൊരു ഗ്യാങ് ഉണ്ടാക്കുവാണെങ്കിൽ അതല്ല എന്താ പറയാ, അതോ ആരും ഗ്യാങ് ഉണ്ടാക്കരുത് എന്ന് പറയാൻ പറ്റുമോ? ബിഗ് ബോസിന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതൊരു ഗെയിമല്ലേ? അങ്ങനെ ചെയ്യും. ഗ്യാങ് ആയിട്ട് ഇരുന്ന് എന്നെ കളിയാക്കുന്നു, എന്നെ ഓരോന്നും എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത് എപ്പോഴും. അത് ഒരു ഗെയിമല്ലേ? എന്റെ കുട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നല്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. നിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരും ടാർഗറ്റ് ചെയ്യും. അതൊരു ഗെയിമല്ലേ? വിവരം ഇല്ല, ഉയരോ ഇല്ല. ദുഃഖവെള്ളിക്കുണ്ടായ ദുഃഖക്കനി. എങ്കിൽ പിന്നെ നമുക്കിവിടെ വെച്ച് അന്തസ്സായിട്ട് കൈകൊടുത്ത് പിരിയാം. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?